ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 3 ആയിട്ടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജാണ്. സ്റ്റോറേജിന് നല്ല അത്യാവശ്യമുണ്ട്. കാരണം എനിക്ക് സ്റ്റോറേജ് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇൻവെൻട്രി ലാക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ 9 വുഡ് വെച്ച് തുടങ്ങാം. ഇതിൻ്റെ ഏകദേശം ഒരു പ്ലാനിങ് ഉണ്ട്. അത് ഏകദേശം ഇങ്ങനെയാണ്. അതായത് കുറച്ച് 5-6 ബ്ലോക്ക് വിട്ട് സ്പേസ് വിട്ടിട്ട് പിന്നെ ഒരു 8 ബ്ലോക്ക് വിട്ടില്ലേ, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി നടുവയ്ക്ക് കുറച്ച് പ്ലാങ്ക് നമുക്ക് തിരികെ കൊടുക്കാം. ഓക്കെ, ഏകദേശം ഇങ്ങനെയാണ് ഔട്ട്ഫുട്ട് വരുന്നത്. അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കാണാൻ. പിന്നെ ഫ്ലോർ നമുക്ക് കുഴിച്ചെടുത്തു ആൻഡ്രസൈഡ് സ്ലാബ് വെക്കാൻ കരുതിയിട്ട്. ഇത് വെച്ചാൽ നന്നാവുമെന്ന് എന്തൊക്കെ തോന്നി. അപ്പോൾ ഞാൻ അത് വെക്കാൻ കരുതി. ആൻഡ്രസൈഡ് സ്ലാബ് വെച്ചിട്ട് പിന്നെ നമുക്ക് ജനലും കാര്യങ്ങളൊക്കെ വെക്കണം. ഓക്കെ, ഞാൻ ആൻഡ്രസൈഡ് സ്ലാബ് ഫുള്ളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ജനലും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ വയ്ക്കാം. തൽക്കാലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇത്രയും മതി. പിന്നെ ഈ വീഡിയോ വരാൻ കുറച്ച് വൈകി, അത് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. കോബിൾ സ്റ്റോണും ഡയറൈറ്റൊക്കെ വെച്ച് നമ്മുടെ ഉള്ള ബിൽഡിങ്ങിൻ്റെക്കാളിലും കുറച്ച് വെറൈറ്റി ബിൽഡാക്കിയിട്ടെടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം നമ്മുടെ ഡയറൈറ്റാണ് ഗീസ്. അതെ, ഞാൻ ഈ ബിൽഡിന് കുറേ ഡയറൈറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡയറൈറ്റും കോബിൾ സ്റ്റോൺ എടുക്കാം. പോണ വഴിക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ കിട്ടി. അത് നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാം. ഈ കോബിൾ സ്റ്റോണിൻ്റെ വെയിൻ ഉണ്ടല്ലോ, നല്ല വലുതാണ് ഗൈസ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളെ കുറേ ആൻഡസൈറ്റ് ഉണ്ടാക്കി ഡയറൈറ്റും കോബിൾ സ്റ്റോണും വെച്ചിട്ട് അത് നമ്മൾ റൂഫിൽ വെച്ചു. ഇപ്പോൾ കാണുന്ന അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടെമ്പററി അല്ല പെർമനൻ്റ് ആയിട്ടുള്ള ബിൽഡ് നമുക്ക് ഉണ്ടാക്കാം. ചുറ്റും നമുക്ക് കുറച്ച് ലീഫ് വയ്ക്കാം. ലീഫ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഡയറൈറ്റിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അത് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഞാൻ ജനലും വെച്ചു, മുകളിൽ ലീഫും കാര്യങ്ങളൊക്കെ വെച്ച് നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിൽഡ് ആണെങ്കിൽ രക്ഷയില്ല. പിന്നെ 2 ഡയറൈറ്റ് സ്ലാബ് ഞാൻ വെച്ചു. സൈഡിലിട്ടിട്ട് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പറഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഈ വീട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വീട്. അപ്പോൾ എൻ്റെ വേൾഡിൽ 3 ബിൽഡുണ്ട്. ഇതും എൻ്റെ സ്റ്റോറേജും അതും ഫാർമും. ഇനി ഇതിന് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് ഉള്ള വുഡിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വുഡൊക്കെ ഞാൻ കരിച്ചാണ്ട് കളഞ്ഞിട്ട് ഫുള്ളെടുത്ത് ഞാൻ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നിരത്തി ഉണ്ടാക്കി. എനിക്ക് ഭ്രാന്താണെന്ന് പറയും, പക്ഷെ ചെറുതായിട്ട് ഭ്രാന്താണെങ്കിലും എനിക്ക് ഭ്രാന്തൊന്നുമല്ല ഗൈസ്. ചെസ്റ്റ് ഫുള്ള് വെക്കാം, തികയില്ല എനിക്കറിയാം. എന്നാലും കുറച്ചെങ്കിലും ഷോക്ക് വേണ്ടി വെക്കാം. ഇനി സമയം കിട്ടുമ്പോൾ കിട്ടാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് ലെയറിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാം. ചെസ്റ്റ് തീർന്നു. കുറേ ചെസ്റ്റ് വീണ്ടും ഉണ്ടാക്കുന്നു. ചെസ്റ്റ് തീരുന്നു, ചെസ്റ്റ് ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു 28 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തായാലും തികയാനുള്ളതല്ല. 28 ചെസ്റ്റ് പോരായില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. തികയാൻ ചാൻസ് ചിലപ്പോൾ ഉണ്ടാവും. തികയുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വുഡ് മൈൻ ചെയ്യാൻ പോകണം. നമ്മുടെ ഉണ്ട് തോന്നുന്നു ഒരു 8 വുഡ്. നമ്മുടെ 8 വുഡ് ഉണ്ട്. അത് പോയാൽ ഇനി നമുക്ക് വുഡ് മൈൻ ചെയ്യാൻ പോകണം. ഒരു സ്റ്റോൺ ആക്സ് ഗൈസ്. നമ്മൾ പാപ്പറൈസ് ചെയ്യും ഗൈസ്. നമ്മൾ അയേൺ ആക്സൊക്കെ പോയി സ്റ്റോൺ ആക്സായി. ഇവിടെ ഭയങ്കര ശല്യം ഉണ്ട് കേട്ടോ. മറ്റേ മീൻ വിൽക്കക്കാരനും മറ്റേ കാരനൊക്കെ ആയിട്ട്. അതൊക്കെ കുറച്ച് ക്ഷമിക്കുക. നമുക്ക് ഒരു 7 ചെസ്റ്റും കൂടി ആവശ്യമുള്ളൂ. അതുകൂടി ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് ഫിറ്റ് ചെയ്യുക. 7 ചെസ്റ്റ് കൂടി ഫിറ്റ് ചെയ്താൽ നമ്മുടെ സ്റ്റോറേജ് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം. നമുക്ക് സ്റ്റോറേജ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇത് വേണം. നമ്മുടെ ഐറ്റം ഫ്രെയിം നിരത്തി 10 എണ്ണം വയ്ക്കാം. എനിക്ക് കുറച്ച് പശുവിനെ കൊണ്ടുള്ള ലെതർ കിട്ടിയിരുന്നു. അത് വെച്ചിട്ട് ഐറ്റം ഫ്രെയിം വയ്ക്കാം. എന്തൊക്കെ സാധനങ്ങൾ എവിടേക്കാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഐറ്റം ഫ്രെയിം ഇങ്ങനെ വയ്ക്കാം. നമ്മൾ ഇനി ഫുള്ള് സോർട്ട് ചെയ്യാം. പിന്നെ ഒരെണ്ണത്തിന് ഹിറ്റ് കൊടുക്കുക, 2 എണ്ണം ബ്രീഡ് ചെയ്യുക. നമ്മുടെ എപ്പോഴത്തെയും പരിപാടി. ആൻഡ് ഇപ്പോൾ നമ്മുടെ ബ്രീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം രസമുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ വീടിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി വേണ്ടത് കുറച്ച് ഇതാണ് കോഴി കൊണ്ടുവരണം.
പണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയണ്ടായിരുന്നു എനിക്ക് ആ ഫാർമിലില്ലേ എനിക്ക് കോഴീനെയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കോഴീനെ കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന്. കോഴിയിൽ നിന്ന് നാക്കെടുത്ത് വായൻ്റെ ഉള്ളിൽ ആക്കാൻ നിൽക്കണമല്ലോ. അപ്പോഴേക്കും കോഴി കിട്ടില്ല. കോഴിക്ക് വേണ്ടിയുള്ള വിത്ത് തരിക, അപ്പോഴേക്കും കോഴി കിട്ടി. ഈ എപ്പിസോഡിലേക്ക് കുറച്ച് ലക്കുണ്ട്. പക്ഷേ ഈ ലക്ക് എത്ര വരെ പോകും നോക്കാം. ഈ ലക്ക് അത്ര വരെ പോയുള്ളൂ. ഒരു കോഴീനെ മാത്രമേ കിട്ടിയുള്ളൂ. നമ്മുടെ ലക്ക് ഉണ്ടല്ലോ അത് അറിയാമല്ലോ. നമുക്ക് 2 കോഴീനെയും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ പടക്കോഴിയും അതിൻ്റെ ശിങ്കിടിയും കിട്ടിയിട്ടുണ്ട്. ഈ 2 എണ്ണത്തിനെയും ഇതിൻ്റെ ഉള്ളിൽ കൂട്ടിയിടണം. ഈ 2 എണ്ണത്തിന് ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഒരെണ്ണമുണ്ട്, അത് ചെറിയ പിള്ളേർക്ക് കൊടുക്കാം. ഇനി ബ്രീഡ് ചെയ്യട്ടെ. 4 കോഴിയുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി അല്ല, നമ്മുടെ ഷുഗർ കെയിൻ ഇല്ലേ, അത് നമുക്ക് കട്ട് ചെയ്യണം. ഇവരിൻ്റെയൊക്കെ മുടി വല്ലാത്ത വളരലാണ് കേസ്. ഇനി കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഫാർമ്, അതൊക്കെ പ്ലാന്റ് ചെയ്തിട്ട് വീണ്ടും നട്ടാം. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വീറ്റ് വെച്ചിട്ട് ഈ പശുവിനെയും ആടിനൊക്കെ കണ്ട് ബ്രീഡ് ചെയ്യാം. പശുവിനെ ബ്രീഡ് ചെയ്ത് കൊന്നു ഒരു ബുക്ക് ഉണ്ടാക്കി. ബുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നുകൂടിയും ബുക്കും കൂടി ഉണ്ട്, ലാസ്റ്റ് സാധനം. അത് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറേജ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഡേ കൗണ്ടറും 27 ഉണ്ടായത്. നമ്മൾ ഈ ഹാർഡ് കോർ വേൾഡിൽ 27 ദിവസം കളിച്ചു. ഇനി എത്ര കാലം ജീവിക്കുമെന്ന് ആർക്കറിയാം. ഇനി നമുക്ക് കുറച്ച് കാർപ്പറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൂള് വേണം. വൂള് കുറച്ച് കാർപ്പറ്റ് ഉണ്ടാക്കാൻ വേണം. ഒരെണ്ണത്തിന് ഹിറ്റ് ചെയ്യുക, 2 എണ്ണത്തിന് തീറ്റ കൊടുക്കുക. കാരണം നമ്മുടെ കയ്യിൽ അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ ക്ലേ മൈൻ ചെയ്യാൻ പോയിട്ട് കുറച്ച് കോപ്പർ മൈൻ ചെയ്യാൻ പോകണം ഗീസ്. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കോപ്പർ മൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പോണത്. മോജാങ് കോപ്പറും കൊണ്ട് എന്ത് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് അതങ്ങനെ ഒരുക്കാൻ വയ്ക്കാം. നമുക്ക് കോപ്പർ അവിടെ ഒരുക്കാൻ വെച്ചിട്ട് ഇവിടെ നമ്മുടെ ഡീറ്റെയിലിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം. ആദ്യം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കുക. പിന്നെ നമുക്ക് ഒരു ഒരു ഫർണസ് ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ട്രാപ്പ് ഡോർ ഉണ്ടാക്കാം. ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ബാരൽ ഉണ്ടാക്കി. കുറച്ചല്ല, 2 ബാരൽ ഞാൻ ഉണ്ടാക്കി. അത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കണം. ഇവിടെ ഒരു ഫ്ലവർ പോട്ട് വയ്ക്കാം. പിന്നെ ഒരു ഇത് വെക്കണം, ട്രാപ്പ് ഡോർ വെക്കണം. ഇവിടെ ട്രാപ്പ് ഡോർ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഫ്ലവർ പോട്ട് വയ്ക്കുക. ആ ഫ്ലവർ പോട്ടിൻ്റെ ഉള്ളിൽ ഒരു പൂവും വയ്ക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇവിടുത്തെ ബാരലൊക്കെ ഉണ്ടല്ലോ, ബാരലും ട്രാപ്പ് ഡോർ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ട് 2 ട്രാപ്പ് ഡോർ വയ്ക്കാം. എന്നിട്ട് ഇവിടെ ബാരൽ വയ്ക്കാം. ഈ ബാരൽ മിസ്ക്ലിക്ക് ആവണു. ഇതൊക്കെ ശല്യമാണ് ഇങ്ങനെ മിസ്ക്ലിക്ക് ആവണത്. നമുക്കൊരു ബാരൽ ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഇവിടെ ഒരെണ്ണം കൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു ഇത് വയ്ക്കാം, നമ്മുടെ ഇത് വയ്ക്കാം, ട്രാപ്പ് ഡോറ് ഒരെണ്ണേ ഉള്ളൂ. അതിൽ നമുക്ക് ഒരു ഫ്ലവർ പോട്ടും ഒരു കോൺഫ്ലവറും വയ്ക്കാം. കോൺഫ്ലവർ അല്ല, ഇത് വയ്ക്കാം കേസ്, അതാണ് നല്ലത്. ഒരു വെള്ള കളർ വെള്ളയും പച്ചയായിട്ട് പൂവാണോ അരിമണിയാണോ എന്നറിയാത്തൊരു പൂവില്ലേ, ആ പൂവ് നമുക്ക് വയ്ക്കാം. ഈ ഡീറ്റെയിലിങ്ങിൻ്റെ ഫൈനൽ പാർട്ടിന് വേണ്ടിയിട്ട്, ഫൈനലല്ല എങ്കിലും മുമ്പത്തെ പാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലീവ്സ് ആവശ്യമുണ്ട്. ഇവിടെ ലീവ്സ് കളക്ട് ഇതെന്താണ് കേസ്, ഇത് ഒരു 3 സോംബി. നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാൽ നമ്മൾക്ക് ആരെന്ന് ഇവർക്ക് അറിയില്ല കേസ്. പണ്ടേ നമ്മൾ പ്രോയാ കേസ്. ഒരുത്തം മാത്രം കത്തുന്നില്ല, അവനെ നമുക്ക് ഇടിക്കാം. അയ്യോ കേസ് 3 ഹാർട്ടോ കേസ്. 2 എണ്ണം ചാവട്ടെ, എന്നിട്ട് അങ്ങോട്ട് ഇടിക്കാം. കേസ് അതിനെ അങ്ങനെ കൊന്നു. എന്ത് കഷ്ടപ്പാടാണ് കേസ്. നമ്മൾ പിന്നെ പണ്ടേ പ്രോ. ഇനി ഇവിടെ കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ വെക്കണം. ലീഫ് വയ്ക്കാം, മറ്റേത് വയ്ക്കാം, അതൊക്കെ ഇങ്ങനെ നമുക്ക് നിരത്തിയായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ കോപ്പർ ഇവിടെ ആയി തുടങ്ങുന്നുണ്ട്. 42 കോപ്പറായി. അത് വെച്ചിട്ട് കുറേ കോപ്പറിൻ്റെ ഇങ്കട്ട് ഉണ്ടാക്കിയിട്ട് ഒരു 21 ലാൻഡേൺ നമുക്ക് ഉണ്ടാക്കി ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് അതൊക്കെ സ്റ്റോറേജിൽ കൊണ്ട് വയ്ക്കുക. പിന്നെ ഞാൻ എൻ്റെ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു. നല്ല രസമുണ്ട് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ വെച്ചത്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിർത്തി പറയുക. ഇനി നമുക്ക് കുറച്ച് പാത്ത് ഒക്കെ റെഡി ആക്കണം. പിന്നെ സ്റ്റോറേജിൽ നമ്മുടെ ആ സാധനങ്ങളൊക്കെ വെക്കണം. സ്റ്റോറേജിലൊക്കെ സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പോൾ പാത്ത് വേ റെഡിയാക്കാം. നമ്മൾ പാത്ത് വേ വേണ്ടടുത്ത് കുറച്ച് തുളയും കാര്യങ്ങളൊക്കെ ആക്കണം. പിന്നെ കുറേ പുല്ലും ഫ്ലവേഴ്സും ഒക്കെ ആഡ് ചെയ്യാം. വീണ്ടും സോംബി വന്ന് സോംബിക്ക് പക്ഷേ നമ്മൾ റീച്ച് ആവില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ പാത്ത് വേ ഉണ്ടല്ലോ കുറച്ചൊക്കെ ഇവിടെ റെഡി ആയി. നമ്മളൊന്ന് കടന്നു നോക്കട്ടെ. 29ാമത്തെ ദിവസം ആക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പോവാം. ഈ മുട്ട നേരെ അറിയാം. അയ്യോ
ഞാൻ സ്റ്റോറേജിൽ എറിയാൻ നോക്കി, പക്ഷെ അങ്ങോട്ടല്ല പോയത്. ഓക്കെ, നമ്മുടെ പാത്വേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലീഫ് ലെറ്ററും വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ അങ്ങോട്ടൊരു പാത്വേ ഉണ്ട്, പിന്നെ സ്റ്റോറേജിക്കുള്ളൊരു പാത്വേ ഉണ്ട്, ഇങ്ങോട്ടൊരു പാത്വേ ഉണ്ട്. നമ്മുടെ വീറ്റ് ഫാമിക്ക് ഫുള്ള് പൂവും അതും ഇതും ഒക്കെ ആയിട്ടാണ് വെച്ചു. ലാൻഡേൺ വെക്കാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ലാൻഡേൺ വെക്കാൻ ഞാൻ മറന്നുപോയി. ഇവിടെ ആരുടെ ബട്ടനൊക്കെ കൊണ്ട് വെച്ചതെന്നൊന്നും പറയരുത്, എനിക്കറിയില്ല. അത് കൊണ്ടുപോയി ഇവിടെ മാറ്റി വയ്ക്കാൻ ആരും കാണുന്നില്ല. ഇവിടെ ഫുള്ള് ലാൻഡേൺ വെച്ചു. ഇനി നമുക്ക് ഈ ചെസ്റ്റ് ഫുള്ള് നമുക്ക് റീഫിൽ ചെയ്യാം, ഓരോ സാധനങ്ങൾ വെച്ചിട്ട് നിറയ്ക്കാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഇവിടെ കുറേ പംകിനും കാര്യങ്ങളൊക്കെ നിറച്ച് നിരത്തി വയ്ക്കാം. നമുക്ക് ഇവിടെ ഫുള്ള് പംകിന് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കായിട്ട് ഓരോരോ ലാൻഡേണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം, നല്ല ഭംഗിയുണ്ടാവും. എല്ലാത്തിൻ്റെയും മുകളിൽ നമുക്ക് ഓരോ ലാൻഡേൺ വീതം എല്ലാത്തിൻ്റെയും മുകളിൽ വെച്ച് കൊടുക്കാം. നിലത്തൊരെണ്ണം അറിയാണ്ട് പോയി, അത് പോട്ടെ. ഇനി നമുക്ക് മൈനിങ്, അടുത്ത എപ്പിസോഡിൽ മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകണം. അതിനുള്ള മീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ സെക്യൂർ ഇതുണ്ടാക്കണം, ക്യാമ്പ് ഫയർ, സൂപ്പർ ഓട്ടോ മെൽട്ടർ, അങ്ങനെ എന്തൊക്കെയൊക്കെ ആയിരുന്നു. നമുക്ക് ഇനി സോർട്ടിങ്ങിൻ്റെ ഭാഗമാണ് ഗീസ്. നമ്മുടെ അടിപൊളിയായിട്ട് ചന്തത്തിൽ സോർട്ട് ചെയ്യണം. ഈ സോർട്ട് ചെയ്തിട്ട് ഗീസ് എല്ലാം സോർട്ട് ചെയ്ത ഗീസ് ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിക്കാം. ഓക്കെ ഗീസ്, നമ്മുടെ എല്ലാം സോർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റോറേജിൻ്റെ പരിപാടി ഇവിടെ ഉണ്ട്. നമ്മുടെ വുഡിൻ്റെ പെട്ടിയിൽ വുഡ് പരമായ ആക്കിയ സംഭവങ്ങളും, നമ്മുടെ മരത്തിൻ്റെ പെട്ടിയിൽ അയിനി നാച്ചുറലായിട്ട് ബന്ധപ്പെട്ടതും, കോബിൾ സ്റ്റോണിൻ്റെ പെട്ടിയിൽ സ്റ്റോണായിട്ട് ബന്ധപ്പെട്ടതും, കോളിൻ്റെ പെട്ടിയിൽ നിന്ന് മൈനിങ്ങിൽ നിന്ന് കിട്ടുന്നു, സ്റ്റോണിൻ്റെ പെട്ടിയിൽ ടൂൾസും, പിന്നെ അൺവാണ്ടഡ് ഐറ്റംസ്, പിന്നെ പിഗ്, അതായത് പാസീവ് മോബിൽസിനെ കൊന്നിട്ടുള്ളത്, പിന്നെ ഹോസ്റ്റൈൽ മോബിനെ കൊന്നിട്ടുള്ളത്, നമ്മുടെ റെഡ് സ്റ്റോൺ ബുക്ക് അതിൻ്റെ ഉള്ളൊന്നും ആയിട്ടില്ല, പിന്നെ ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ചു. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജിൻ്റെ പണി ഫുള്ള് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി നമുക്ക് ഇനി കിട്ടുന്നതോടെ നമുക്ക് അവിടെ എടുത്തേക്കാം, വേറെ പരിപാടിയായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ ഈ വെരി ഇമ്പോർട്ടൻ്റ് പരിപാടി, ഇവരിൻ്റെ മുടി വീണ്ടും വെട്ടണം. പക്ഷേ ഇന്ന് ഇവരിൻ്റെ മുടി മാത്രമല്ല, അണ്ടാവ് വരെ നമ്മൾ വെട്ടിയെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, കാരണം ഈ ഷുഗർ കെയിൻ ഫാം ഉണ്ടല്ലോ, ആവശ്യത്തിനധികം ലൂട്ട് ചെയ്യുന്നുണ്ട്. അത്ര ലൂട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിതൊക്കെ അങ്ങോട്ട് ഇവിടുന്ന് ഈ ഷുഗർ കെയിൻ ഫാം അങ്ങോട്ട് നശിപ്പിക്കാം, ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഞാൻ നേരത്തെ വോയിസ് ഓവർ ചെയ്ത് വെച്ചതാണ്, പക്ഷേ ഡിലീറ്റ് ആയിപ്പോയി. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ്, അതുകൊണ്ടാണ് ഇത്ര റേറ്റ് ആവാൻ കാരണം. പിന്നെ നേരത്തെ ഞാൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഷുഗർ കെയിൻ ഫാം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വേൾഡിൽ 30 ദിവസം കളിച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാൻ മറന്നതാണ്. ഇനി നമുക്ക് പുതിയ ഷുഗർ കെയിൻ ഫാം വേറെ എപ്പിസോഡിൽ ഉണ്ടാക്കാം. ഈ എപ്പിസോഡിൽ സമയമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് പശുവിനല്ലേ ഒക്കേനും ബ്രീഡ് ചെയ്യിപ്പിക്കുക. ഇപ്രാവശ്യം എന്തിനെങ്കിലും ഇടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പശുവിനെ അടിക്കേണ്ട ആവശ്യമില്ല, ഷീപ്പിനെ അടിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. രണ്ടുപേർക്ക് അത് കൊടുക്കാം, എല്ലാവർക്കും പിള്ളേരുണ്ടാവട്ടെ. ഒരു കോഴി എന്താ മറ്റേ വെയിൽ കിടന്നിട്ടൊക്കെ പോണേ. എൻ്റെ കോഴി ആയതുകൊണ്ട് തന്നെ ആവും. കണ്ടോ ഒരു കോഴി വെയിൽ കിടന്നിട്ടൊക്കെ കിടക്കണം. നമ്മൾ 5 മുട്ട എടുത്തു, പക്ഷെ 5 മുട്ടയ്ക്ക് ഒരു കോഴിക്കുഞ്ഞുകൊണ്ട് ഉണ്ടായില്ല. ഇനി നമ്മുടെ ഏറ്റവും ക്രൂവലായിട്ടുള്ള പരിപാടി, ഇവന്മാരനൊക്കെ കൊല്ലണം. നമുക്ക് മീറ്റ് വേണമല്ലോ മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ. ഇവിടെ ഒരു സോംബി ഉണ്ട്, പട്ട സോംബി. ഒരെണ്ണം പുറത്ത് ചാടി, അത് നമുക്ക് കൊല്ലാം. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഭക്ഷണം തിന്നട്ടെ, ഭയങ്കര വിശപ്പ്. നമ്മുടെ ഓട്ടോ ക്യാമ്പ് ഫയർ വെച്ചിട്ട് നമുക്ക് ഫുഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ലേ? ആ സാധനം നമുക്ക് നമ്മുടെ വേൾഡിൽ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതും നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ കോപ്പറിൻ്റെ ഒരു ആക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോൺ ആക്സ് വെച്ചിട്ട് ഇന്നത്തെ ദിവസമൊന്നും എന്തായാലും ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കോളില്ല, അതുകൊണ്ട് കോളിലുള്ള പ്രത്യേകിച്ച് പരിപാടിയാക്കാം. ഈ സയൻറ്റിസ്റ്റായി ഞാൻ എൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്. ഇതിൽ ഞാൻ അറിയാണ്ട് മിസ്ക്ലിക്ക് ചെയ്ത് ടച്ച് ചെയ്ത് പോയതാണ്. എനിക്ക് തോന്നി ഇതിൽ നമ്മൾ വെറുതെ 2 ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിഡൈസ് ആയതൊക്കെ, 2 അല്ല ചിലപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഓക്സിഡൈസ് ആയതൊക്കെ മാറും. അതിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, നല്ല രസമാണ്, കേൾക്കാൻ നല്ല രസമാണ് അതിൻ്റെ ശബ്ദം. കേൾപ്പിച്ച് കയറണമെന്നുണ്ട്, പക്ഷേ വോളിയം ഫുള്ള് കുറച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ബാക്കിയുള്ളൊരു 12 ഉണ്ടാക്കാൻ പറ്റില്ല. 12 ഇതും കൂടി ക്യാമ്പ് ഫയറും കൂടി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ക്യാമ്പ് ഫയർ ഫാം ഉണ്ടാക്കി. ഇത് ഫാമല്ല,
ഏകദേശമൊക്കെ ഫാമുകാർ തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ലാബ് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഏകദേശം ഇങ്ങനത്തെ ഒരു പരിപാടി ഈ പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇത് മാത്രമല്ല, നമ്മുടെ മീറ്റ് പെട്ടിയിൽ കുറച്ചുകൂടി ഉണ്ട്. 7 ഇതും പിന്നെ കുറച്ച് പോർക്കും ഉണ്ട്. അതും നമുക്ക് അവിടെ കൊണ്ടുപോയി വയ്ക്കാം. ഈ 2 പോർക്ക് ആദ്യം ഇവിടെ വയ്ക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വയ്ക്കാം. ഗായ്സ്, അടിപൊളിയായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിലിങ്ങിൻ്റെ വൈൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്കാം. ഓക്കെ, നമുക്ക് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് തിന്നാൽ മാത്രം മതി. ഇനി നമ്മുടെ ശരിക്കത്തെ പരിപാടി, കുറേ നേരെ ശരിക്കത്തെ പരിപാടി പറയണു. ബുഷും ലീഫും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ട് നമുക്ക് നിരത്തി വെക്കാം. ആകുമ്പോൾ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ കുക്കർ ഫാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് മൈനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകണം. അതൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ മൈനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോവാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ആൾ ഗൈസ് എൻജോയ്. അപ്പോൾ നമുക്കിനി ഹാർഡ് കോർ എപ്പിസോഡ് 4 കാണാം, വൈകാതെ തന്നെ കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ബൈ.